നമസ്കാരം. സിനിമ വേണോ, അതിനേക്കാൾ അഭിനയ സാധ്യതയുള്ള രാഷ്ട്രീയം വേണോ എന്ന ചോദ്യം എന്നും സുരേഷ് ഗോപിക്ക് ഒരു തലവേദനയായിരുന്നു. കുറച്ച് സിനിമയിൽ അഭിനയിച്ചാൽ തോന്നും രാഷ്ട്രീയമാണ് കൂടുതൽ നല്ലതെന്ന്. രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമായാൽ സിനിമ ഗൃഹാതുരത്വമേകി മാടി വിളിക്കും. ഏതിൽ ഉറച്ചു നിൽക്കണമെന്ന ചോദ്യത്തിന് താരം ഇപ്പോൾ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ്. പ്രഥമ പരിഗണന സിനിമയ്ക്ക് നൽകാൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം. അടുത്ത മാസം ആദ്യത്തോടെ പുതിയ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി. എന്നാൽ സിനിമയിൽ അഭിനയിക്കുന്നതിൽ സുരേഷ് ഗോപിക്ക് മുന്നിൽ നിരവധി നിയമ തടസ്സങ്ങളാണ് ഉള്ളത്. അഭിനയവുമായി മുന്നോട്ടു പോയാൽ 8ന്റെ പണി തന്നെ താരത്തിന് കിട്ടുമെന്നതിൽ സംശയം വേണ്ട. സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു. സെപ്റ്റംബർ 6-ന് സുരേഷ് ഗോപി അടക്കമുള്ള താരങ്ങളെ ഉൾപ്പെടുത്തി ഷൂട്ടിംഗ് ആരംഭിക്കാനാണ് തീരുമാനം. MP-മാർക്കും MLA-മാർക്കും സിനിമയിൽ അഭിനയിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിപദത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ലെന്നാണ് ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി പറയുന്നത്. നമ്മുടെ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം കേന്ദ്ര സംസ്ഥാന മന്ത്രിപദത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ സാധിക്കില്ല. സിനിമയോ അധ്യാപനമോ ആവട്ടെ, മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല. മന്ത്രിപദം എന്നത് മുഴുവൻ സമയ ജോലിയായി കാണേണ്ട കാര്യമാണ്. ഈ പദവികളിൽ ഉള്ളവർക്ക് അവധിയെടുത്തു പോലും മറ്റു ജോലികൾക്ക് പോകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ പ്രതിഫലം വാങ്ങിക്കാനും സുരേഷ് ഗോപിക്ക് സാധിക്കില്ല. പണം വാങ്ങി മറ്റൊരു ജോലി ചെയ്യൽ മന്ത്രിപദത്തിൽ തുടരുമ്പോൾ സാധിക്കില്ല. ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് മന്ത്രിയുടെ ജോലിയുടെ സ്വഭാവം. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി മാറും. പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഈ പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത്, ഇളവ് നൽകാനും. പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാതെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രി പ്രത്യേക അനുമതി നൽകിയാൽ മറ്റ് നിരവധി പേരും ജോലി ചെയ്യാനുള്ള അനുമതി ചോദിച്ച് ഇതേപോലെ എത്തും. ഒരു മന്ത്രി സ്വകാര്യ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകി മറ്റു ജോലികളിൽ ഏർപ്പെട്ടാൽ അത് മന്ത്രി പദവിയെ ബാധിക്കുന്നതായിരിക്കുമെന്നും PDT ആചാരി ചൂണ്ടിക്കാട്ടുന്നു. മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ സിനിമാഭിനയം തുടരണം എന്ന ആവശ്യം സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. ഇതിന് അനുകൂല മറുപടിയായിരുന്നു ലഭിച്ചത് എന്നാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ഫിലിം ചേംബർ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കവേ പുതിയ സിനിമയായ ഒറ്റക്കൊമ്പൻ ചിത്രീകരണം തുടങ്ങാൻ പോവുകയാണ് എന്നും താൻ അനുമതി തേടിയിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സിനിമയാണ് തന്റെ ജീവിതം. സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ രക്ഷപ്പെട്ടുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി പദവിയിലിരിക്കെ നടത്തിയ ഈ പരാമർശം BJP കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സംസാരത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേര് പരാമർശിച്ചതും അതൃപ്തിക്ക് കാരണമായി. 22 സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞുള്ള പേപ്പർ കെട്ട് അമിത്ഷാ എടുത്തെറിഞ്ഞു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ. അതേസമയം അഭിനയിക്കണമെന്ന ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ നേതൃത്വം ഇനിയും അനുമതി നൽകിയിട്ടില്ല എന്നതാണ് സുരേഷ് ഗോപിയെയും അസ്വസ്ഥനാക്കുന്നത്. അതേസമയം സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഭരണഘടനാ വിദഗ്ധരും പറയുന്നത്. മന്ത്രി പദവിയിൽ ഇരുന്ന് പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുത് എന്നാണ് നിലവിലെ ചട്ടം. മമ്മൂട്ടി കമ്പനി അവതരിപ്പിക്കുന്ന സിനിമയടക്കം കരാർ ഒപ്പിട്ട 4ഓളം സിനിമകൾ സുരേഷ് ഗോപിക്ക് പൂർത്തിയാക്കാനുണ്ട്. സുരേഷ് ഗോപിക്കൊപ്പം മമ്മൂട്ടിയും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും തുടങ്ങി വലിയ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി കമ്പനി ഒരുക്കുന്നത്. ഏതായാലും BJPക്ക് ഇത് കടുത്ത തിരിച്ചടി തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെയാണ് BJPക്ക് ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. അതിന്റെ പ്രതിഫലം എന്നോണം നേതൃത്വം താരത്തിന് സഹമന്ത്രി സ്ഥാനം നൽകിയിരുന്നു. നിലവിൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം സഹമന്ത്രിയാണ് അദ്ദേഹം. അതേസമയം സിനിമയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ ഇതെല്ലാം തെറിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇപ്പോൾ സുരേഷ് ഗോപി തയ്യാറാക്കിയ തിരക്കഥയുടെ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.